ഭയങ്കര വയലൻസ് ആണ്. വയലൻസ് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന അപ്പുറം വയലൻസാ. പക്ഷെ സെക്കൻഡ് പാർട്ടിന്റെ ഒരു ടീമുണ്ട്, അത് ഒഴിച്ച് ബാക്കിയെല്ലാം അടിപൊളി പോകും. കൊള്ളാം. ഒരു പക്ക വയലന്റ് മോഡ് പടമാണ്. പിള്ളേർ കാണാതിരിക്കുക. നല്ല വയലൻസ് ആണ്, അതാണ് മെയിൻ ഇതിൽ. പിള്ളേർ മാക്സിമം കാണിക്കാതിരിക്കുക. പിള്ളേർ കാണാൻ പറ്റിയൊരു പടമല്ല. അതുപോലെ നല്ല ബ്രൂട്ടലായിട്ട് വയലന്റ് ആയിട്ടുള്ള പടമാണ്. അനിമലിനെക്കാട്ടി നല്ല ഭയങ്കര ഡെഡ്ലി ആയിട്ടുള്ള ഒരു പടമാണ്. ഫസ്റ്റ് ഹാഫ് ഒരു ഫുള്ള് ഫാമിലി ടൈപ്പിലതാണ് പോയത്. പക്ഷേ ഇൻ്റർവെല്ല് കഴിക്കങ്ങ് നല്ല ഇതായിട്ട് ഉണ്ണിമൂന്തൻ ശരിക്കും എന്താ പറയുക, മലയാള സിനിമ അത് യൂസ് ചെയ്തിട്ടില്ലെന്ന് വേണം പറയാം. പുള്ളി നല്ലൊരു ആക്ഷൻ സ്റ്റാർ ആവേണ്ട ആളാണ്. ഒരു വയലന്റ് പടം, അത് അങ്ങനെ പോയി കാണാവുന്നതാണ്. പടം ഫൈറ്റൊക്കെ അടിപൊളിയാണ്. ഉണ്ണിമൂന്നൻ്റെ ആക്ഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആക്ഷൻ കാണാൻ വേണ്ടി പടം, അല്ലാണ്ട് പടം കൊള്ളത്തില്ല. എനിക്കിഷ്ടപ്പെട്ടില്ല. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. എനിക്ക് പടത്തിൻ്റെ സ്റ്റോറി ലൈനൊന്നും ഇഷ്ടപ്പെട്ടില്ല. കഥയൊക്കെ ഭയങ്കര ബേസിക് ആയിപ്പോയി. ഈ പറഞ്ഞ പോലെ കുറേ ക്രിഞ്ചായിട്ടുള്ള ഡയലോഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു. സ്ക്രീൻ പ്ലേ ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ആക്ഷൻ ഭയങ്കര ടോപ്പ് നോച്ചാണ്. അവർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആയിരുന്നു. പടം പ്രൊമോട്ട് ചെയ്തിരുന്ന ആക്ഷൻ വെച്ചാണല്ലോ. ആക്ഷൻ പെർഫെക്റ്റ് ആണ്, അടിപൊളിയാണ്. അത് കാണാൻ വേണ്ടി വരിക, അത്രേ ഉള്ളൂ. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. എനിക്ക് അല്ലാണ്ട് ഇഷ്ടപ്പെട്ടില്ല. നല്ല മൂവിയാണ് ബ്രോ, നല്ല മൂവിയാണ്. ആക്ഷൻ റിലേറ്റഡ് മൂവിയാണ്. ആക്ഷൻ ആണ്, ആക്ഷൻ സ്റ്റൈലാണ്, ബേസിക് ആയിട്ട് സ്റ്റൈൽ മൂവിയാണ്. അപ്പോൾ ഇതിനകത്ത് കൂടുതൽ സ്റ്റോറി ലൈനൊന്നുമല്ല, സ്റ്റൈലിഷ് ആയിട്ട് ഉണ്ണിമുന്തം വരുന്നു. പുള്ളിയുടെ സബാക്ക് അത് നമുക്ക് കാണാം. പുള്ളിയുടെ ആക്ഷൻ, പുള്ളി 7 years ഓഫ് ആക്ഷൻ ചെയ്തിട്ടില്ല. അപ്പം ആ പുള്ളി ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. നല്ല രീതി ആക്ഷൻ നല്ല രീതി വർക്കായിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് ആക്ഷനും സ്റ്റൈലും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാരാണെങ്കിൽ ഈ പടം ഇഷ്ടപ്പെടും. ഇതിൽ സ്റ്റോറി ലൈനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനു വേണ്ടി സ്റ്റോറി ലൈൻസ് ഒന്നുമില്ല. ആക്ഷനാണ്, ഫുള്ളി ആക്ഷനാണ്. പിന്നെ പുള്ളി പറഞ്ഞ ഭയങ്കര ഒരു ബ്രൂട്ടലായിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അത് എത്ര പേർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നോർമൽ ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടില്ല. ഒരു ഫാമിലി ആയിട്ടുള്ള ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ പടം ഇഷ്ടപ്പെടില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇവനിതൊരു ഓരോ സിനിമയും ഓരോ ജോണേഴ്സാണ്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട, ഒരു കോമഡി പടമല്ല, ഒരു ആക്ഷൻ പടമല്ല. ഓരോ സിനിമയ്ക്ക് ഓരോ ജോണേഴ്സ് ഉണ്ട്. ഈ മൂവി എന്ന് പറയുന്നത് ആക്ഷൻ റിലേറ്റഡ് സ്റ്റൈലിഷ് മൂവിയാണ്. ആ രീതിയിൽ ഈ സിനിമ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടൂ. വേറെ മെന്റാലിറ്റി വന്നു ഈ പടത്തിൽ അതില്ലല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഒരു ജയ് പോയി കണ്ടൊരു സിനിമ ഉണ്ട്, അല്ല വേറൊരു കോമഡി സിനിമ ഉണ്ട്, സിനിമ ഇതിൽ കോമഡി പ്രതീക്ഷിക്കില്ല. ഇത് അവർ പറയുന്നുണ്ടല്ലോ, ഇത് ബ്ലഡ് നിറഞ്ഞൊരു സിനിമയാണ്. ഈ സിനിമ പറയുന്നത് അതാണ്. ഫുള്ളി ആക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ആണ് അത് ഫുള്ളായിട്ട്.